നമസ്കാരം. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് മനസ്സിൽ നിന്നും ഉണ്ടാകും. ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്തൊരു മലയാളി കുടുംബത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇന്നലെ ഒരു ദിവസം കൊണ്ട് മനാഫിനെ വാക്കുകൾ കൊണ്ട് കൊന്നുകളയാന്ന് വിചാരിച്ചോ? നടക്കില്ല. കാരണം ചങ്കുറപ്പുള്ള ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ. നിങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട് പറയാൻ വേണ്ടിയിട്ട് മനാഫും ഈശ്വർ മാഫയും കാണിക്കുന്നത് പട്ടി ഷോയാണെന്ന് പറയാൻ വേണ്ടിയിട്ട്? ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അർജുൻ്റെ കുടുംബം എന്നുള്ള ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടി. അർജുൻ്റെ ചിത അണയുന്നതിന് മുമ്പ് തന്നെ ഇത് വേണമായിരുന്നോ? ഈ ഫാമിലിയെ എന്താണ് വിളിക്കേണ്ടത്? നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കിക്കേ. സത്യത്തിൽ ആ അമ്മയ്ക്ക് പോലും ഇങ്ങനെ മാറാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ചിലപ്പോൾ ആ അമ്മയുടെ മനസ്സിലും വിഷം കുത്തി വെച്ചിട്ടുണ്ടാവാം. ഇന്നലെ നടന്ന ആ പത്രസമ്മേളനത്തിൽ ആ വീഡിയോയിൽ എല്ലാം കാണാൻ കഴിയും. അർജുൻ്റെ അമ്മ, സഹോദരി, സഹോദരൻ. അതിൽ അർജുൻ്റെ സഹോദരിയുടെ ഹസ്ബൻഡ്, അതായത് അർജുൻ്റെ അളിയൻ, അയാളുടെ തനി സ്വഭാവം എന്താണെന്ന് ഇനി മലയാളി കണ്ടറിയാനേ ഇരിക്കുന്നതേ ഉള്ളൂ. ഇവൻ എന്താണ് പറയുന്നതെന്നും ഇവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും ഈ ആഹാരം കഴിക്കുന്ന ഓരോ മലയാളിക്കും വ്യക്തമായിട്ടും അറിയാം. ഇന്നലത്തെ ആ പത്രസമ്മേളനത്തിൽ അവർ പരാമർശിച്ചിട്ടുള്ളത് ഈശ്വർ മാഫിയും മനാഫും ചേർന്ന് അർജുന് വേണ്ടിയിട്ട് പണം പിരിക്കുന്നുണ്ട്, യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയാനായിട്ട് ഈ അർജുൻ്റെ അളിയന് നാണമുണ്ടോ? ഇതെല്ലാം പറയുന്നതും അർജുൻ്റെ അളിയനായിട്ടുള്ള ആ വാഴയാണ്. ഇവൻ്റെ തനി സ്വഭാവം എന്താണെന്ന് ഇനി മലയാളികൾ കാത്തിരുന്ന് കാണണം. ഈ മനാഫിനെ ആകട്ടെ ഈശ്വര മാഫിയ ആകട്ടെ മലയാളികൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചേക്കുകയാണ്. അതാര് വിചാരിച്ചാലും തകർക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ കുടുംബം കാണിക്കുന്ന കോപ്രായം അത് അവർക്ക് തന്നെ വിനയായി വരികയും ചെയ്യും. നമ്മൾ പണ്ട് പറഞ്ഞിട്ടില്ലേ, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുമെന്ന്. അതുപോലെയുള്ള അവസ്ഥയാണത്. ഈ അള്ളിയൻ ഒരു കാര്യം ചെയ്യുക, ഞാൻ വാഴയെന്നേ വിളിക്കത്തുള്ളൂ. അപ്പോൾ എൻ്റെ വാഴ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം കൊടുക്കുക. അതിൽ വ്യക്തമായിട്ട് എഴുതണം, മനാഫിനെ മാഫിയും ഏറ്റെടുത്തതുപോലെ മലയാളികൾ എന്നെയും കൂടി ഏറ്റെടുക്കണമെന്ന് പറഞ്ഞിട്ട്. കഷ്ടം. മനാഫ് പറഞ്ഞ ഓരോ വാക്കുകളും മലയാളികളുടെ നെഞ്ചത്ത് തറച്ചിറങ്ങിയിട്ടുണ്ട്. കാരണം എന്താണെന്നറിയാമോ? തെരച്ചിൽ നിർത്തി പോകാൻ സമയത്ത് മനാഫ് പറഞ്ഞൊരു വാക്കുണ്ട്, അർജുനെ പൊക്കിയെടുക്കാതെ ഈ ലെക്ചർ ഇവിടെ നിന്ന് അനക്കം പോലും ഞാൻ സമ്മതിക്കില്ല എന്ന്. അവിടെ നിന്ന് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ ആ മനുഷ്യ സ്നേഹം. അല്ലെങ്കിൽ ഒരു സഹോദരനെ പോലെ ചേർത്ത് നിർത്തുന്ന ആ ഒരു മനുഷ്യനെ ആണോ ഇങ്ങനെ വലിച്ചു കയറുന്നത്? കഷ്ടം. അപ്പോൾ ഈ അളിയൻ പറഞ്ഞ എന്താണെന്നറിയാമോ? ഇനി അർജുനെ കിട്ടിയില്ല എങ്കിൽ ഈ പുഴയ്ക്ക് തന്നെ അവന് കൊടുത്തു എന്ന് ഞങ്ങൾ കരുതിക്കോളാം. അവൻ്റെ വാല്യൂ ഇവിടെ ഇരിക്കുന്ന അർജുനെ കിട്ടിയില്ല, ലെക്ചർ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ മനാഫ് എവിടെ നിൽക്കുന്നു? 2 കൊല്ലം ഇതിനു വേണ്ടി ചെലവിട്ടാലും അർജുനെ കൊണ്ടേ നാട്ടിൽ വരുമെന്ന് പറഞ്ഞ മനാഫ് എവിടെ നിൽക്കുന്നു? അയാളെ ആണോ ഈ മാധ്യമത്തിന് മുന്നിൽ വലിച്ചു കീറേണ്ടത്? ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മാറ്റി നിർത്താൻ ചില ഊളകൾ ഈ കുടുംബത്തിന് മുന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് അരിയാഹാരം തിന്നുന്ന ഏതൊരു മലയാളിക്കും ചിന്തിക്കാനുള്ള കഴിവും ഉണ്ട്. ലോറി ഉടമ മനാഫ് എന്ന യൂട്യൂബ് ചാനൽ മലയാളികളെ ഏറ്റെടുത്ത് കഴിഞ്ഞു മോനെ. അതിന് നീ വിചാരിച്ചാൽ ഒന്നും നടക്കത്തില്ല. സത്യത്തിൽ ഈ അർജുൻ്റെ അളിയൻ ഈ വാഴയ്ക്ക് എന്തിൻ്റെ കേടാ? മനസ്സിലാവുന്നവരെ ഒന്ന് കമൻ്റ് ഇടണേ. ഇവന് ഫേമസ് ആവണമെന്നുണ്ടെങ്കിൽ ഇതാണോ വഴി? അർജുൻ്റെ ചെയ്ത അടങ്ങുന്നതിന് മുന്നേ ഈ വാഴയ്ക്ക് ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? അർജുൻ ഓരോ അമ്മമാർക്ക് മകനും, സഹോദരിമാർക്ക് സഹോദരനും, അനിയത്തിമാർക്ക് ചേട്ടനും ഒക്കെയാണ്. അത് ഈ വാഴയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അതിന് ഗ്രാറ്റിറ്റ്യൂഡ് വേണം. നന്ദി. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അർജുൻ എന്ന സഹോദരനോട് ഇവരുടെ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ട് എന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ പറഞ്ഞാൽ അവർക്കൊന്ന് ഫേമസ് ആകണം. പിന്നെ അർജുൻ്റെ പേരിൽ കിട്ടുന്ന കുറച്ച് രൂപ ഉണ്ടാവും, അതവർക്ക് അടിച്ചു മാറ്റണം. അതിൻ്റെ പരിശ്രമത്തിലാണ് ഇവർ. നടക്കട്ടെ അല്ലേ? അർജുനെ സ്നേഹിക്കുന്ന ഒരു മലയാളി പോലും മനാഫിനെതിരെ നിൽക്കുന്ന ഈ കുടുംബത്തിനോടൊപ്പം നിൽക്കുമോ? ഞാൻ നിൽക്കില്ല. കാരണം അർജുൻ എൻ്റെയും സഹോദരനാണ്. താങ്ക് യു.